എന്റെ അമ്മേ. എവിടെ പോകാ ഒരുങ്ങി കിട്ടി? അത് ഞാൻ കൊച്ചിന് പാല് കൊടുത്തോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് മുതൽ കുട്ടിയെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എത്ര പെർഫ്യൂം അടിച്ചിട്ടും അപ്പി കഴിയേണ്ട നാറ്റ ഇതുവരെയായിട്ടും പോയിട്ടില്ല. കുട്ടിയെ നോക്കി ഇപ്പൊ പരിചയമായിട്ടുള്ള നിനക്കല്ലേ? ഇന്നൊരു ദിവസം കൂടി നോക്കണേ. അതങ്ങ് അച്ചുകെട്ടി ചെന്ന് പറഞ്ഞാൽ മതി. കൊണ്ട് കളയാന്ന് വെച്ചാൽ നീയല്ലേ എടുത്തോണ്ട് വന്നു, നീ തന്നെ നോക്കിയാൽ മതി. ഇന്ന് ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിംഗ് ഉള്ള ദിവസം പോയില്ലെങ്കിൽ എന്റെ പണി അറിയും. ഓ ബാക്കിയുള്ളവരൊക്കെ അവിടെ ജോലിയും കൂലില്ല നിൽക്കല്ലേ. ഇന്നൊരു ദിവസം കൂടെ പോണി ലീവ് ഇട്. കൊച്ചിനെ തനിച്ചാക്കിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഓഹോ നമ്മളും അങ്ങ് ഒരുങ്ങി പുറപ്പെട്ടോ? ഇതെന്തൊരു കഷ്ടമാണെന്ന് പറ. ദേ ഇന്ന് അങ്ങനെ ആരും സൂചിക്കണ്ട, നമുക്ക് 3 പേർക്കും കൂടെ കൊച്ചിനെ നോക്കാം. ഇങ്ങോട്ട് പറ. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നറുക്കിട്ട് തീരുമാനിക്കാം. അത് കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നറുക്കിട്ട് ആരാന്ന് വെച്ചാൽ തീരുമാനിക്കും. അങ്ങനെ ഏതായാലും തീരുമാനിച്ച സ്ഥിതിക്ക് രണ്ടുപേരായിട്ട് വേണ്ട. എന്തേ ഇന്ന് ഡയറക്ടർ വരുന്ന ദിവസം എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇന്നലെ കൊച്ചിനെ നോക്കി ഏത് ഒപ്പിപ്പെടും? അയ്യടാ, അപ്പൊ നീ വരുന്നതിന് മുമ്പ് നിന്റെ കുഞ്ഞാന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കിയത് ഏത് ഒപ്പിപ്പെടുത്തും? സൈലൻസ്. നമുക്ക് നറുക്കിട്ട് തീരുമാനിച്ചാൽ മതി. എന്നാ നറുക്കിട്ട് തീരുമാനിച്ചാൽ മതി. ഐശ്വര്യമായിട്ടൊന്നെടുത്തേ. ഈശ്വര വിനോദ്. ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. കുഞ്ഞിന്റെ കാര്യങ്ങൾ ഒന്നും മറക്കരുത്. 10 മണിക്ക് പാല്, 11 മണിക്ക് സെർലാക്ക്. അപ്പി ഇട്ടാൽ കഴുകാൻ മറക്കരുത്. പെർഫ്യൂം അലമാരിൽ തന്നെ ഇരിപ്പുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? ഇല്ല. നിങ്ങളൊക്കെ ഒരേ ലാംഗ്വേജുകാരാണോ? മറാഠി, ഗുജറാത്തി, തമിഴ്, ഹിന്ദി. ഞാൻ വേറൊന്നും ചോദിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ മദർ ടങ്ങിൽ എന്നോട് സംസാരിച്ചാൽ ഞാൻ അതേ മദർ ടങ്ങിൽ റിപ്ലൈ തരാം. എന്താ തമ്മിൽ ഒരു പൊട്ടം കളി? അല്ല, ഞങ്ങൾക്ക് ആളെ മനസ്സിലായില്ല. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക. പിടികിട്ടില്ല? ഇല്ല ഇല്ല. സുല്ല്, ഞാനാണ് ശിശുപാലൻ, ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്, MDS. ഗുഡ് മോർണിംഗ്. പ്രഭാകരൻ നായർ പറഞ്ഞയച്ചിട്ട് വന്നതാണ്. കുട്ടിയെ നോക്കാൻ വേണ്ടി വന്നതാണല്ലേ? അതെ. കുട്ടിയുടെ മദർ ടങ് എന്താണ്? ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. കുട്ടിക്ക് എന്ത് പ്രായം വരും? ഉദ്ദേശം 7-8 മാസം വരും. അപ്പൊ ഇതൊന്നും വേണ്ട. അല്ല, ഇതൊക്കെ എന്താണ് മനസ്സിലായില്ല? എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ഇത് 3 വയസ്സിന് മേൽ പ്രായമുള്ള കുട്ടികൾക്ക് പ്രയോഗിക്കാനാണ്. ഇത് 5 വയസ്സിന് മേൽ, ഇത് 8 വയസ്സിന് മേൽ. കുട്ടി ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കാറുണ്ടോ? ഇല്ല. പറഞ്ഞോളൂ. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇതിങ്ങനെ വെക്ക. ഇത് ജാക്കിയ, എന്നിട്ട് ഇതിലെ ഫീഡ് ചെയ്യുക. പേടിക്കണ്ട, ഇതെല്ലാം തിളച്ച വെള്ളത്തിലിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഉപകരണങ്ങളാ. സ്റ്റെബിലൈസ് ചെയ്യേ? അതെ. കുട്ടികൾക്ക് മേൽ പ്രയോഗിക്കുന്ന എല്ലാവിധ ആയുധങ്ങളും സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷമേ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ കുട്ടിക്ക് ടെറ്റനസ് വരും. ഇതൊന്നും അറിയില്ലല്ലേ? എന്താ നിങ്ങൾക്ക് അറിയാത്തത്? ഇതാണ് കുട്ടികളുടെ ജീവിതത്തിലേക്കുള്ള വഴിത്താര. ഈ ഉപകരണം 10 വയസ്സിന് മേലുള്ള കുട്ടികളിൽ പ്രയോഗിക്കാനുള്ളതാണ്. ആഹാര പദാർത്ഥങ്ങൾ വലിച്ചെറിയുക, മറ്റുള്ളവരുടെ ഭക്ഷ്യസാധനം കയറി തുപ്പുക. അങ്ങനെ ചെയ്താൽ ഈ വളയം അടുപ്പിലിട്ട് നന്നായി പഴുപ്പിച്ച് അപ്പൊ ചോക്കും. കുട്ടിയെ തിരിച്ചു നിർത്തി, ആൺകുട്ടിയാണെങ്കിൽ ടൗസർ ഊരുക, പെൺകുട്ടിയാണെങ്കിൽ ഉടുപ്പ് വെക്കുക. എന്നിട്ട് ചന്തിയിൽ പതുക്കെ ഇങ്ങനെ വെക്കുക. ഇവിടെ അമ്മമാര് ദോശ ഇടുന്ന പോലെ ശബ്ദം കേൾക്കും. പിന്നെ ആ കുട്ടി ലൈഫ് ലോങ്ങിൽ ആഹാര പദാർത്ഥങ്ങൾ വലിച്ചെറിയോ മറ്റുള്ളവരുടെ ആഹാര പദാർത്ഥങ്ങൾ തുപ്പുകയോ ചെയ്യുന്നതല്ല. ശാസ്ത്രീയമായ രീതിയിൽ വേണം കുട്ടികളെ പരിചരിക്കാൻ. ഇതിനെക്കുറിച്ച് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണോ കുട്ടി? അല്ലല്ല. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എവിടെയാണ് കുട്ടി? അകത്താ. ഈ ചൈൽഡ് സ്പെഷ്യലിസ്റ്റിനെ കുറച്ച് വഴി തരൂ. താങ്ക് യു. 2 ആളെടുത്തോളൂ കേട്ടോ. കുട്ടി വലിയ വാശിയുള്ള കൂട്ടത്തിലാണോ? അങ്ങനെയൊന്നുമില്ല. എപ്പോഴും കരയാറുണ്ടോ? ഇല്ല. അപ്പൊ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ? എന്ത് കുഴപ്പം? സൗമ്യമായി പെരുമാറിയാൽ ഏത് കുഴപ്പമുള്ള കുട്ടിയെയും നമുക്ക് കീഴടക്കാം. കുട്ടിയുടെ പേരെന്താ? കിങ്ങിണി. ചിമ്മിനിയ? കിങ്ങിണി. കിങ്ങിണി. ഉദാഹരണത്തിന്? അല്ല, കുട്ടി ഉറങ്ങുക. ഉറങ്ങാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ കണ്ണടച്ച് ചിന്തിക്കല്ലെന്ന് എനിക്കറിയാം. ബാർഗെയിൻ ചെയ്യരുത്. എല്ലാവരും ഞാൻ പറയാം, ബാർഗെയിൻ ചെയ്യരുത്. ശാസ്ത്രീയമായ രീതിയിൽ ഉറങ്ങുന്ന കുട്ടിയെ എങ്ങനെ കൊഞ്ചിക്കാം അത് ഞാൻ കാണിച്ചു തരാം. കൊച്ചുണന്നല്ലോ. അതേ ശരിയാക്കി തരാം.
കുശാമ്പി. മോളെ കിങ്ങിണി, മോളെ കരയല്ല 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 മോളെ കിങ്ങിണി, കരയല്ല കരയല്ല കിങ്ങിണി, മോളെ 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 കരയല്ലേ? കിങ്ങിണി, ദാ. മോളെ Listen to me. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ചേട്ടാ കുഞ്ഞിനെ നല്ലോണം നോക്കണേ, ആഹാരമൊക്കെ കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. ചേട്ടനെ വിശ്വസിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. കുട്ടികളെ നോക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. സായിപ്പിന്റെ കുട്ടി തൊട്ട് കൾച്ചറില്ലാത്ത മലയാളീസിന്റെ കുട്ടികളെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബാർഗിയും വേണ്ട. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ 6 മാസം മുമ്പ് നോട്ടീസ് തന്ന് എന്നെ പിരിച്ചുവിട്ടോളൂ. തമ്മിൽ നോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തന്ന ലിസ്റ്റിലുള്ള സാധനങ്ങൾ ഇന്ന് തന്നെ എത്തിച്ചേക്കണം. പിന്നെ എഴുതാൻ വിട്ടുപോയി, 2 ബോട്ടിൽ ആൽക്കഹോൾ. ആൽക്കഹോളോ? എന്തിന്? ശാസ്ത്രീയമായി കുട്ടികളെ പരിചരിക്കുന്നതിൽ ആൽക്കഹോളിന്റെ പങ്ക് ചെറുതല്ല. അതുകൊണ്ട് കുട്ടിയെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ 2-3 തുള്ളി ആൽക്കഹോൾ ഒഴിക്കേണ്ടതായിട്ട് വരും. അതിന്റെ ജീംസിനെ നശിപ്പിക്കാം. ഡെറ്റോളിന്റെ കാര്യം പറയുന്നത്. ഡെറ്റോൾ ഞാൻ വേറെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയാം. ഉടനെ ആൽക്കഹോൾ ഇങ്ങോട്ട് എത്തിക്കാം. ആൽക്കഹോൾ എത്തിക്കാം എത്തിക്കാം എത്തിക്കാം. നിക്ക്. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ഈ 3 പേരിൽ ആരുടെയാണ് ഈ കുട്ടി? അല്ല, പാരന്റ്സ് ആയിട്ട് ചില ഡീലിങ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഞങ്ങളുടെ കുട്ടിയാ. 3 പേരും കൂടി ഒരുമിച്ചുള്ള കുട്ടിയാ? അത് നിങ്ങൾ അറിയണ്ട. എനിക്കറിയണം. ഈ കുട്ടി എവിടെ നിന്ന് കിട്ടി? ഞങ്ങളൊരു ഓർഫനേജ് എടുത്ത് വളർത്തുന്നു. എന്തിന്? ഒരു തമാശക്ക്. അങ്ങനെ തമാശക്കാണെങ്കിൽ ചെറിയൊരു കുരങ്ങച്ചനെ വളർത്തിയാ പോരെ? എന്താ ഞാൻ ചോദിച്ചാൽ വലിയ കുഴപ്പമുണ്ടോ? കിങ്ങിണി. ഉമ്മ വയ്ക്കാൻ വരട്ടെ. പകർച്ചവാദികൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ പകരാൻ സാധ്യതയുണ്ട്. അഥവാ നിങ്ങൾക്ക് ഉമ്മ വയ്ക്കാൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ ഉമ്മ വെച്ചോളൂ. ഓരോരുത്തരായിട്ട് ഓടോ. കെട്ടിപ്പിടിക്കില്ല സാറേ. കിങ്ങിണി. കുഞ്ഞു മോളെ ആര്യപുത്രി, കരയല്ലേ കരയല്ലടി പൊന്നെ. ഇങ്ങിട്ട് കുജാര കുജാര ഇങ്ങിട്ട് കുജാര. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടി എടോ, കുട്ടി കിടന്ന് കരയുന്നുണ്ടല്ലേ? അതെ കരയാണ്. അതുകൊണ്ടല്ലേ പാട്ട് പാടി ഓർക്കണേ. നിങ്ങൾ പോയി ഡ്രസ്സ് മാറിയിട്ട് വന്നേ. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിഠായി ഡായ് ഡായ്. കൊച്ചു കുട്ടികളെ അബദ്ധ ഇങ്ങോട്ട് വന്നു. ഏതാണ് ഈ ഡോഗ്? അടുത്ത ഫ്ലാറ്റിൽ ആരെങ്കിലും ആയിരിക്കും. കൊള്ളാമല്ലോ. നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ഒരു ഫേസ് കട്ടല്ലേ? നീ എന്നെ വിട്ടേക്ക്, കുറെ ആരെങ്കിലും അന്വേഷിച്ചു വരും. വരണമല്ലോ. ഏതെങ്കിലും ഒരു കളർ അന്വേഷിച്ചു വരും. അതുവരെ ഇവിടെ ഇരിക്കട്ടെ. എന്നാ പിന്നെ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ഇരിക്കട്ടെ. ആഷി 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 ആഷിയോ? ആഷി പട്ടിക്കുട്ടി. ഇവിടെ ഒരു പട്ടിക്കുട്ടിയും വന്നില്ല. ഇങ്ങോട്ട് കേറി വരുന്ന ഞാൻ കണ്ടതാ. Where's the dog man? ദേ അങ്കിൾ ചിരിക്കുന്നുണ്ടല്ലോ. ഞാൻ ചിരിച്ചൊന്നുമില്ല. ഏയ്, Where's my ആഷി? ഇങ്ങോട്ട് വന്നില്ല. ഉവ്വ് ഇവിടെ ഉണ്ട്. നിങ്ങൾ കരഞ്ഞിട്ടാ. ഇവിടെ ഇല്ല മാഡം. അന്നില്ലെങ്കിൽ ഞാൻ ചേച്ചി വിളിച്ചോണ്ട് വരും. എന്നാ പിന്നെ അതാ നല്ലത്. ചേച്ചി വരട്ടെ അല്ലേ? അതെ. വാ. ചേച്ചി ഇപ്പൊ വരും. എങ്ങനെയുണ്ടല്ലേ ഐഡിയ? നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് നിൽക്കാം. അവരെടുത്തിട്ടുണ്ടാവില്ല നീതു. ഇല്ല ചേച്ചി, അങ്ങോട്ട് കേറി പോന്നു ഞങ്ങൾ കണ്ടതാ. അവര് ഒളിച്ചു വെച്ചേക്കുവാ. ചേച്ചി ഒന്ന് ഞങ്ങളുടെ കൂടെ വന്നേ, എന്നാലേ അവർ തരുള്ളൂ.
പ്ലീസ് ചേച്ചി. നീതുവിന്റെ ആയിഷ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു. ഓ ഞങ്ങളോടാരും പറഞ്ഞില്ല. നീതു കണ്ടതാണല്ലോ ഇങ്ങോട്ട് വന്നത്. ചിലപ്പോ ശരിയായിരിക്കാം, പക്ഷെ ഞങ്ങൾ കണ്ടില്ല. ദേ, കുട്ടികളോട് ഓവർ സ്മാർട്ട്നെസ് കാണിക്കല്ലേ. മര്യാദയ്ക്ക് പട്ടിക്കുട്ടിയെ തിരിച്ചു കൊടുക്ക്. സിസ്റ്റർ, ഞങ്ങൾ അങ്ങനെ ചീപ്നെസ് കാണിക്കൂ. വി ആർ വെരി ഡീസന്റ്, ജെന്റിൽ, ലവിംഗ് യങ്സ്റ്റേഴ്സ്. But you look like a criminal. And you too. ചേച്ചി ആഷി അകത്തുണ്ട്. അല്ല ഇതെങ്ങനെ അകത്ത്? നമ്മളില്ലാത്ത ടൈമിൽ വല്ലോ ഇനി കേറി. ഞാൻ വിചാരിച്ച ടേപ്പ് റെക്കോർഡിന്റെ സൗണ്ട് ആയിരിക്കും. അതെ, ഞാനും ഇതെങ്ങനെ മേളിൽ കയറി? ആഷി, get down. ആഷി, come down. ആഷി ഡാർലിംഗ്, കം ഡൗൺ. ചേച്ചി ആഷി താഴെ വരുന്നില്ലല്ലോ. മേ ഐ ഹെൽപ്പ് യു? No, thanks. ആഷി, ആഷി. സോറി. പോട്ടെ. അവിടെ ചലോ ചലോ ജൽദി 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 ധക്ക മാറോ ഭായി. ഒന്നും കൂടി തള്ളി കൊടുക്കാൻ. നോക്ക് നിൽക്കാതെ വന്ന് സഹായിക്കടോ. എന്നാ കുറച്ച് റിവേഴ്സ് എടുത്തോളി. ആ നല്ല രണ്ടാൾ ഒന്നിച്ച് തള്ളണം. നിങ്ങൾ പറയും ഞാൻ പറയും തള്ളേ പോവില്ല. പിടിച്ചോ. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് തോന്നില്ല കേട്ടോ. വേറെ ആരും ഹലോ, സഹായിക്കണോ? ആ വേണ്ടി വരും, അല്ലാതെ പോണ മട്ടില്ല. ഭായി തോടാ മദത് കരോ. ആവോ സഹായിക്കാറോ. നീ അപ്പുറം നിന്ന് വിളിക്കും, അപ്പുറത്തെ വശത്ത് വിളിക്കും. പോട്ടെ പോട്ടെ. തള്ളി തള്ളി. അങ്ങനെ അപ്പോളോ എല്ലാരും കൂടി ഒന്നിച്ച് തള്ളിയപ്പോ അതിന്റെ സുഖം കണ്ടങ്ങള്. ഈ വണ്ടി അനവധി ആളെ ജീവൻ രക്ഷിച്ചതാ. ഓഹോ, ആള് എടുക്കാം. അതെ, ഡോക്ടർ രാവിലെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് ഈ വണ്ടിയും തള്ളി അവിടെ ചെല്ലുമ്പോ ആമ്പിള്ളേർ ഡോക്ടർമാര് ഓപ്പറേറ്റ് ചെയ്ത് രോഗി സുഖമായി ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതിലിടക്ക് ഒരു ദിവസം കറക്റ്റിന് സ്റ്റാർട്ടായി ഇത് അവിടെ ചെന്നു. അന്നത്തെ രോഗി കാര്യം ജൽദി ഭായി ഓപ്പറേഷൻ. തളിക്കും. മൂപ്പര് അച്ഛന്റെ പ്രായം വണ്ടി നല്ലതൊന്നും മാറ്റുമോ? അതുമില്ല. ശുക്രിയ, ബഹുത് ശുക്രിയ. ആ കൂടുതൽ നോക്കണ്ട, കൂടെ പോരും. അങ്ങനല്ലേ ഡോക്ടർ കുടുങ്ങി. അയാൾ തന്നെ ആസ്പത്രിയിലെ നേഴ്സായ തിരുവല്ലക്കാരി കൊച്ചി ത്രേസ്യ മിസ്സിസ് അഗർവാൾ ആയത് അങ്ങനല്ലേ. അതുകൊണ്ട് കൂടുതൽ നോക്കണ്ട, ഞാൻ തന്നെ പിടുത്തം കൊടുക്കാതെ ഒഴിഞ്ഞു നടക്കുക. യെസ്, അനന്തപത്മനാഭൻ ഹിയർ. ഞാൻ ബോണിയാണ്. അപ്പുറത്തെ ഫ്ലാറ്റിലെ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിച്ചു തരൂ. വളരെ അത്യാവശ്യമാണ്. ബുദ്ധിമുട്ടാവില്ലല്ലോ? ആ, വിളിക്കാം. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഒരു ഫോണുണ്ട്. ഒന്ന് മാറി. ആ ഉണ്ണി. ഉണ്ണി, ഞാനിന്ന് വരില്ല. ഞങ്ങളുടെ ഏരിയ മാനേജർ ട്രിവാൻഡ്രത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ടീവ് മീറ്റിംഗ്. പിന്നെ ഒന്ന് പോടാ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഏതെങ്കിലും ജിൽജിലാക്കിയ ബുൽബനാക്കിയ ഒത്തു കാണും. ഇല്ലല്ലേ, ആദ്യം ഡ്യൂട്ടി. അത് കഴിഞ്ഞാ നാളെ സാറ്റർഡേ അല്ലേ. സൺഡേ പറ്റിയാലൊന്ന് കോവളത്ത് കൂടും. ആരാണ് കമ്പനിക്ക്? ആശ ചെറിയനാണോ, ശ്രീലയാണോ, ഷാൻഡി പി തോമസ് ആണോ, ശാന്തിയാണോ, ആരാണ്? ഇത് അതൊന്നും അല്ലല്ലയാ, പുതിയ നമ്പരാ. വരുമ്പോ ഡീറ്റെയിൽസ് പറയാം. എടാ കോവളമാണ്, സൂക്ഷിക്കണം. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്നാ ഈ പഠിക്കാത്ത ഞാൻ കേട്ടില്ല, പറഞ്ഞേക്കാം. വേലി ചാടുമ്പം മുള്ളു കൊള്ളാതിരിക്കാനും ബോണിക്ക് അറിയാം മോനെ. വിനോദിനോട് പറഞ്ഞേ. ആ ശരി, ഓക്കെ. സോറി, ഒരു ശല്യായില്ലോ. ഇനിയും കോള് വന്നാ വിളിക്കാൻ മറക്കരുതേ. സ്വന്തം അച്ഛന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ഇനി അച്ഛനായി മോളായി. പോരെ ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, ദാ വിനോദേ, ഒരക്ഷരം മിണ്ടി പോരുത്. രാവിലെ തൊട്ട് ഞങ്ങളും കൂടെ അനുഭവിക്കുന്നത്. ഫാമിലി റൂം അവിടെ. പോടാ പോടാ. ഉണ്ണികൃഷ്ണ, ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. ഇവിടെ പറയുന്നത് കേൾക്കണേ. തുറക്കടാ ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. വിനോദേ, നീ എങ്ങനെ തുറക്കടാ? അയ്യോ, കൊച്ചു കരയുന്നടാ. കളി തമാശ കളയാനാ പറയുന്നേട്ടാ. എടാ വിനോദേ, തുറക്കടാ, തുറക്കടാ, പുല്ല തുറക്കടാ. ഉണ്ണികൃഷ്ണ, കഥ തുറക്കടാ. അയ്യേ, എടാ ഉണ്ണികൃഷ്ണ, ഓടിവായോ, കൊച്ച അപ്പിട്ടടാ. അയ്യേ, എടാ വിനോദ, കഥ തുറക്കടാ. അയ്യേ, തുറക്കടാ, ഞാൻ ചവിട്ടി തുറക്കും. അയ്യേ.
എന്താടാ ഉണ്ണികൃഷ്ണ കൊച്ച അപ്പിട്ട് എന്റെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ചേ. കൊണ്ടുപോടാ അവിടുന്ന്. ആ പൈപ്പിന്റെ മൂട്ടിലെങ്ങനെ കൊണ്ട് കഴിവ് പോ. ഒന്ന് കഴുകി തന്നാ ഞാൻ എടുത്തോളാം. എനിക്ക് പരിചയമില്ല. എടാ ഞങ്ങൾക്ക് ക്രാങ്ങളുടെ ചന്തി കഴിക്കലല്ലേ ജോലി. കൊണ്ടുപോടാ അവിടുന്ന്. ഡേടേ ഈ പൈപ്പെങ്കിലും ഒന്ന് തുറന്നുടേ. സ്വന്തമായിട്ടൊക്കെ തുറന്നോട്ടാ മതി. ആ ഡൈനിങ് ടേബിൾ ചീത്തയാക്കരുത് പറഞ്ഞേക്കാം. പോടാ. എടാ ശരിക്കും കഴി. ഇനി ഒന്ന് പിടിക്കോ? എന്റെ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യാനാ. സൗകര്യമില്ല. ഗുഡ് നൈറ്റ്. കരയാതെ. അയ്യോ കാക്കക്കുഞ്ഞിന്റെ വായാണെങ്കിലും ചീർക്കാഴി ഗോവിന്ദരായന്റെ സൗണ്ടാ. മിണ്ടരുത്. എന്താടേ നിന്റെ കൊച്ചുറങ്ങിയോ? ഇല്ല, അകത്ത് നാഗസ്വരം വായിക്കുന്നു. കൊച്ചിന്റെ കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. സമാധാനമായല്ലോ. സത്യം എന്നായാലും നാട്ടുകാർ അറിഞ്ഞല്ലോ ഒക്കൂ. എന്നെ പിടിച്ച് വല്ലവന്റെയും കൊച്ചിന്റെ തന്തയാക്കിയാലേ നീയൊക്കെ അടങ്ങും. എടാ ബോണി, നിനക്ക് ഏതായാലും ഒരു അബദ്ധം പറ്റി. ഇനിയെങ്കിലും നീ തുറന്ന് സമ്മതിക്ക്. എനിക്കൊരു അബദ്ധം പറ്റി. ആ. നിങ്ങളോടൊപ്പം താമസിച്ചത്. ഡാ ശ്രീകൃഷ്ണനായിട്ട് നാട് മുഴുവൻ ചുറ്റി അടക്കുമ്പോ നീ ഓർക്കണമായിരുന്നു. ജിൽജിജാങ്ക ബുൾബുനാക്കിക്ക് ഇങ്ങനൊരു റിയാക്ഷൻ കൂടി ഉണ്ടെന്ന്. ഇത് എത്ര പറഞ്ഞാലും വിശ്വാസമാവില്ലെന്ന് വെച്ചാ. നീ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇതെന്തൊരു പരീക്ഷണമാ. മാതാവ് അങ്ങനെ കള്ളസാക്ഷി പറയില്ല എന്റെ മോനെ. അയ്യോ ഇതെന്റെ കൊച്ചല്ല.